ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട എരിശ്ശേരിയാണ്. പിണ്ടി കൊണ്ടാണ് എരിശ്ശേരി തയ്യാറാക്കുന്നത്. പിണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെയധികം ഗുണങ്ങൾ നമുക്കുണ്ട്. അസിഡിറ്റി കുറയ്ക്കാനും കിഡ്നി സ്റ്റോൺ ഉള്ളവരിൽ ഒരു പരിധിവരെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും സാധിക്കും. അതുകൂടാതെ പിണ്ടിയിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായി അടങ്ങിയിരിക്കുന്നു. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എൻ്റെ കസിൻ മഞ്ജു ചേച്ചി പറഞ്ഞു തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പരിചയപ്പെടാം. പിണ്ടി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് നൂലുകളൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് ഒരു 2 കപ്പോളം ഉണ്ടാവും. ഇവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് അരച്ചെടുക്കാനും ഇത്രയുമാണ് നമ്മൾ വറുത്തെടുക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. 1/2 കപ്പോളം പീസ് പരിപ്പാണ് ഞാനിവിടെ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ആവശ്യത്തിന് കറിവേപ്പില, ഒരു നുള്ള് ജീരകം, ഒരു വെളുത്തുള്ളി അല്ലിയുടെ പകുതി, അത്രയും മാത്രം എടുത്താൽ മതി. 2 പച്ചമുളക്, 2-3 കൊല്ലമുളക്, 5-6 ചെറിയുള്ളി. ഇതിൽ നിന്ന് തന്നെ അരയ്ക്കാനും താളിക്കാനും വേണ്ടി നമ്മൾ എടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഉഴുന്ന്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിനി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം പരിപ്പും പിണ്ടിയും വേവിക്കുന്നതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പരിപ്പും പിണ്ടിയും ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള വേപ്പില, പച്ചമുളക് ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിക്കാനായി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് അരച്ചെടുക്കാം. അതിനായി മിക്സിയിലേക്ക് അരയ്ക്കാനായി എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. കൂടാതെ 5 ചുവന്നുള്ളിയും 2 പച്ചമുളകും വെളുത്തുള്ളിയും 1 നുള്ള് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് വറുക്കാനായി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പും പിണ്ടിയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം കൂടുതലുണ്ടെങ്കിൽ ആ വെള്ളം ചെറുതായി വറ്റുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ബാക്കിയുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി മാത്രം എടുക്കുക. ഇതിനുശേഷം തേങ്ങ വറുത്തു മാറ്റിയ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ ചുവന്നുള്ളിയും ആവശ്യത്തിന് വേപ്പിലയും ചേർത്തൊന്ന് ഇളക്കാം. ഇത് കഴിഞ്ഞ് വറ്റൽമുളകും വറുത്തുമാറ്റിയ തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് പിണ്ടിയുടെയും കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. നമ്മുടെ പിണ്ടി എരിശ്ശേരി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.